അമ്മ എന്താണെങ്കിലും നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. ഇതൊരു ഹോസ്റ്റൽ അല്ലേ? വാ. ഇത് ഒരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ഇനി പോലീസിനെ വിളിക്കേണ്ടി വരുമോ? ഭൂമിക മേടം ഇല്ലാത്ത നേരത്ത് ഇവിടെ പോലീസിനെ കയറ്റിയ അതും പ്രശ്നം. ഇനി എന്ത് ചെയ്യും ഈശ്വര? പ്ലീസ് അമ്മേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ എങ്ങോട്ടും ഇല്ല. നിങ്ങളുടെ ഈ ഒളിച്ചു കളിക്ക് ഇന്ന് എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം. അമ്മയ്ക്കിപ്പോ എന്താ അറിയണ്ടേ? ഇവൾ എന്തിനാണ് എന്റെ കൂടെ ആശുപത്രിയിൽ നിന്നത്? ഇവക്ക് അതിന്റെ എന്താ ആവശ്യമുണ്ട്? അതമ്മേ, നീ മിണ്ടരുത്. നീ എന്നോട് പറയാൻ കുറെ നുണകൾ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടായിരിക്കും വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇവളല്ലേ? ഉത്തരം ഇവള് പറഞ്ഞോളൂ. നിനക്ക് പറയാനുള്ളത് കേൾക്കാനാണ് ഞാൻ ഈ പാതിരാത്രിക്ക് തന്നെ ഇങ്ങോട്ട് വന്നത്. പറ, നീ എന്തിനാണ് എന്റെ കൂടെ നിന്നത്? കുറ്റബോധം കാരണം. ഞാൻ കാരണല്ലേ അമ്മയുടെ വീട്ടിൽ വഴക്കുണ്ടായത്. അമ്മ പ്രിയഞ്ചേട്ടനെ കൂട്ടാതെ ഒറ്റയ്ക്ക് കടയിലേക്ക് പോയതുകൊണ്ടല്ലേ കള്ളന്മാര് അമ്മയുടെ മാല പൊട്ടിച്ചത്. എല്ലാത്തിനും കാരണക്കാരി ഞാനാണെന്ന കുറ്റബോധം കൊണ്ടാ അമ്മയെ ഞാൻ സഹായിച്ചത്. ശരി, നീ എന്റെ കൂടെ നിന്ന് എന്നെ ശുശ്രൂഷിച്ചതല്ലേ? പിന്നെ എന്തിനാണ് എന്നിൽ നിന്ന് അത് മറച്ചു വെച്ചത്? മരണത്തിന്റെ വക്കിൽ നിന്നും തിരിച്ചു ജീവിതത്തിലേക്ക് കരകയറി വന്നപ്പോൾ എന്റെ മക്കളുടെ സന്തോഷത്തെക്കാൾ വലുതായി എന്റെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷേ ആ അവസ്ഥയിലും ഇവൻ എന്നോട് എന്താണ് പറഞ്ഞതെന്ന് അറിയോ? എന്നെ ശുശ്രൂഷിച്ചത് ദർശനയാണെന്ന്. ഇതിനെല്ലാം കാരണക്കാരി നീയല്ലേ? അമ്മേ, ഇവളൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലമ്മേ. അത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്റെ ചുറ്റുമുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ നല്ലവളും ഞാൻ മോശക്കാരിയായി. നീ എന്തിനാ എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്? അമ്മയെക്കുറിച്ച് ആരും മോശമായിട്ട് ചിന്തിക്കുന്നില്ല. അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഞാനാ. അതിന് ഞാൻ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. നീ എന്തൊക്കെയാ കാണിക്കുന്നേ? പ്രിയഞ്ചേട്ടൻ ഇതിൽ ഇടപെടണ്ട. ഞാൻ കാരണം അമ്മയുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിച്ചേ പറ്റൂ. ഒരു തെറ്റും ചെയ്യാത്ത നീ എന്തിനാ മോളെ മാപ്പ് ചോദിക്കുന്നത്? തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താണ്. നീ എന്റെ കാല് പിടിച്ച അതിന്റെ പാപം ജീവിതകാലം മുഴുവൻ ഞാൻ ചുമക്കേണ്ടി വരും. ഇതെന്താ കഥയിലൊരു ട്വിസ്റ്റ് വന്നല്ലോ? ആ കള്ളന്മാര് എന്റെ മാല പൊട്ടിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ നീ എന്നെ ഓട്ടോയിൽ പോവാൻ ഒരുപാട് നിർബന്ധിച്ചതാ. ഞാനാണ് പഴയതെല്ലാം മനസ്സിൽ വെച്ച് നിന്നോട് മോശമായി പെരുമാറിയത്. നിന്നെ ഞാൻ പിടിച്ച് തള്ളുക വരെ ചെയ്തു. നിന്നെ ഞാൻ ഒരുപാട് അപമാനിച്ചിട്ടും അടിച്ചിട്ടും ആ അവസ്ഥയിലും നീ എന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. നീ എന്നെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. ഈ പ്രായത്തില് നീ കാണിക്കുന്ന ക്ഷമയും പക്വതയും എനിക്കില്ലാതെ പോയി. കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കാതെ നീ ആശുപത്രിയില് എന്റെ കൂടെ ഇരുന്ന് എന്നെ ശുശ്രൂഷിച്ചു. ആ അവസ്ഥയിലും ദർശനയുടെ പഠിപ്പിനെ ബാധിക്കരുതെന്ന് തീരുമാനിച്ച് നീ അവളെ പരീക്ഷ എഴുതാൻ വിട്ടു. എനിക്ക് അവസ്മാരം വന്ന് നാക്ക് കടിക്കാൻ തുടങ്ങിയപ്പോ സ്വന്തം വിരലിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ നീ എന്നെ സഹായിച്ചു. എനിക്ക് വേണ്ടി നീ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടാണ് നേർച്ചകൾ നടത്തിയെന്ന് എനിക്കറിയാം.
എന്റെ കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള ഒരു അംഗത്തെ പോലെയാണ് നീ പെരുമാറിയത്.